ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ RX Pharma Vlog. എല്ലാവർക്കും RX Pharma Vlog എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഐ ആം ധന്യ സനൂപ്. ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റിലെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫാർമസിസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കണ്ടിന്യൂഡ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് കൂടാണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ ഇനി വരാൻ പോകുന്ന PSC പ്രിലിമിനറി എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും നടക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, ബിസിനസ് മീൻസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആണ്. വ്യവസായവും വ്യാപാരവുമാണ് ബിസിനസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഹെൽപ്പ് ടു റിമൂവ് ദി. അഡ്വർടൈസിങ്, പരസ്യങ്ങളും അതുപോലെ തന്നെ സെയിൽസ്മാൻഷിപ്പും ഹെൽപ്പ് ചെയ്യുന്നത് ടു റിമൂവ് ദി. എന്താണ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ഹിൻഡ്രൻസ് എന്ന് വെച്ചാൽ തടസ്സം, ഒരു സ്ഥലത്തിൻ്റെ തടസ്സമാണ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് വൺ, ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഫോർത്ത് വൺ, ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഈസ് കോൾഡ്. അതായത് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ്, ഗുഡ്സിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതിന് എന്താണ് പറയുന്നത്? ട്രേഡ് എന്ന് വെച്ചാൽ വ്യാപാരം എന്നാണ്. അപ്പോൾ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഈസ് കോൾഡ് ട്രേഡ്. ഇതെല്ലാം ഫാർമസിസ്റ്റ് ക്വസ്റ്റ്യൻസിൽ, ഫാർമസിസ്റ്റ് എക്സാംസിന് ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഫിഫ്ത്ത് വൺ, ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഹാസ് ബീൻ സ്പെസിഫൈഡ് ബൈ. അതായത് ഒരു ഫേമിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഏത് ആക്റ്റാണ്? ദ കമ്പനീസ് ആക്ട് 1956. 1956 കമ്പനീസ് ആക്റ്റാണ് ഒരു ഫേമിലെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സിക്സ്ത് വൺ, ബൈയിങ് ഓഫ് ഗുഡ്സ് ഫ്രം എബ്രോഡ് ഈസ് നോൺ ആസ്. അതായത് എബ്രോഡിൽ നിന്നും ഗുഡ്സ് ബൈ ചെയ്യുന്നതിന് പറയുന്നതാണ് ഇമ്പോർട്ട് എന്ന്. ബൈയിങ് ഓഫ് ഗുഡ്സ് ഫ്രം എബ്രോഡ് ഈസ് നോൺ ആസ് ഇമ്പോർട്ട്. സെവൻത്ത് വൺ, ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓൾഡസ്റ്റ് ഫോമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എയ്ത്ത് വൺ, ദ രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഈസ്. പാർട്ട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആയിരിക്കും. പലതരം ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷണലിന് എഴുതിയാൽ മതിയാവും. നയൻത്ത് വൺ, വിച്ച് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ബൈ ലോ. അതായത് ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ബൈ ലോ. നിയമപരമായിട്ട് രജിസ്ട്രേഷൻ കമ്പൽസറി ആയിരിക്കുന്നത് ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ എന്ന രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷന് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അത് നിയമപരമായിട്ട് കമ്പൽസറി ആണ് രജിസ്ട്രേഷൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ. ഇനി 10th വൺ വരുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പാസ് ചെയ്ത വർഷമാണ് 1872. 1872 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പാസ് ചെയ്തത്. ഇനി 11th വൺ, പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ദ ഗുഡ്, ഗവൺമെൻറ് റെഗുലേഷൻസ്, ഡിമാൻഡ് ഫോർ ഇറ്റ്സ് ഗുഡ്സ്. അപ്പം ഒരു ഗുഡ്സ് അതായത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ദ ഗുഡ്, ആ ഗുഡിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ചിലവ്, അതുപോലെ തന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ്, ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനായിട്ട് ചിലവഴിക്കപ്പെടുന്ന ക്യാഷ്, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് ഗുഡ്സ്, ആ ഗുഡ്സിനോട് വേണ്ടുള്ള ഒരു ഡിമാൻഡ്, മാർക്കറ്റിൽ അതിന് എത്രത്തോളം അതിന് ഡിമാൻഡ് ഉണ്ട് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി 12th വൺ, ഇൻവെൻ്ററി ഈസ്. ഇൻവെൻ്ററി എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് കോസ്റ്റ്. അതായത് ഒരു കോസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പാർട്ടാണ് ഇൻവെൻ്ററി എന്നറിയപ്പെടുന്നത്. 13, സ്കാർപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ ഹെൽപ്സ് ടു. അതായത് സ്കാർപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനേക്കാണ്? ടു റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ്,
റിലീസ് സർപ്ലസ് ഫണ്ട്സ്, മേക്ക് അവൈലബിൾ സ്പേസ്. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിലീസ് സർപ്ലസ് ഫണ്ട്സ് റിലീസ് ചെയ്യുന്നു, പിന്നെ മേക്ക് അവൈലബിൾ സ്പേസ് അവൈലബിൾ ആക്കുന്നു. അതൊക്കെയാണ് സ്കാർപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ ഹെൽപ്പ് ചെയ്യുന്നത്. 14 പൂൾഡ് കമ്മീഷൻ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെൻ. പൂൾഡ് കമ്മീഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ആയിരിക്കുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? വേരിയേഷൻ ഇൻ ഡിമാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ടെറിട്ടറീസ്, പിന്നെ ഗ്രൂപ്പ് ടാസ്ക് ഈസ് ഇൻവോൾവ്, അതായത് ഡിഫറെൻറ്റ് ടെറിട്ടറീസിൻ്റെ ഡിമാൻഡിൻ്റെ വേരിയേഷൻ ഉള്ളപ്പോഴും അതുപോലെ തന്നെ ഗ്രൂപ്പ് ടാസ്ക് ഇൻവോൾവ് ആയിരിക്കുമ്പോഴുമാണ് പൂൾഡ് കമ്മീഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ആകുന്നത്. 15 മാർക്കറ്റിംഗ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഇൻ ഡിസ്കവറിങ് ന്യൂ മാർക്കറ്റ്സ് ഡിസ്കവർ ചെയ്യാൻ, പിന്നെ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ മിനിമൈസിങ് മാർക്കറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്കവറിങ് ന്യൂ ലൈൻസ് ഓഫ് പ്രൊഡക്റ്റ്. മാർക്കറ്റിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ലൈൻസ് ഓഫ് പ്രൊഡക്ട്സ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്യാതെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ ഓൾ ഓഫ് ദ എബവ്, ചിലപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബവ് എന്നായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 3 ആൻസറും കറക്റ്റ് ആയിരിക്കും. അപ്പം 4ാമത്തെ ഓപ്ഷനായ ഓൾ ഓഫ് ദ എബവ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? അതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ DSBMലൊക്കെ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി 16 വരുന്നത് ABC അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ. ABC അനാലിസിസ് ബേസ് ചെയ്യുന്നത് എന്താണ്? കൺസപ്ഷൻ വാല്യൂ ഓഫ് മെറ്റീരിയലിൻ്റെ കൺസപ്ഷൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ABC അനാലിസിസ് ബേസ് ചെയ്തിരിക്കുന്നത്. കൺസപ്ഷൻ വാല്യൂ ഓഫ് മെറ്റീരിയലിൻ്റെ കൺസപ്ഷൻ വാല്യൂ ABC അനാലിസിസ്. 17 ഇവാലുവേഷൻ എയിം ചെയ്യുന്നത് എന്തൊക്കെയാണ്? മെഷറിംഗ് പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഇവാലുവേഷൻ എയിം ചെയ്യുന്നത്. ഇനി 18 ദ എക്സ്പാൻഡിങ് കൺസേൺ ക്യാൻ ഡിപ്പെൻഡ് ഓൺ. എക്സ്പാൻഡിങ് കൺസേൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിനെയാണ്. 19 ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഗിവൺ ടു. ഡിവിഡൻറ്റിൻ്റെ ഫിക്സ്ഡ് റേറ്റ് ഗിവൺ ചെയ്യുന്നത് പ്രിഫറൻസ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നൽകുന്നത്. ഡിവിഡൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പലിശ എന്നുള്ള രീതിയിലാണ്. 20 ഹോൾസെയിലേഴ്സ് ആർ പേഴ്സൺസ് ഹു ഡീൽ ഇൻ. ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഡീൽ ചെയ്യുന്നത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സിൻ്റെ ലാർജ് ക്വാണ്ടിറ്റി ഡീൽ ചെയ്യുന്നവരെയാണ് ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് ആണ് DSBMൻ്റെ. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക. അതുകൂടാണ്ട് തന്നെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.